ബംഗാളിലെ അവസാനഘട്ട പോളിംഗുമായി ബന്ധപ്പെട്ട സുപ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 11 മണിവരെയുള്ള കണക്കുകൾ പുറത്തുവരുമ്പോൾ 39.97% പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ പോളിംഗ് പുരോഗമിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് 24 പർഗനാസ്, ഹൂഗ്ലി, ഹൗറ, കൊൽക്കത്ത ജില്ലകളിൽ തൃണമൂൽ BJP പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. ഭവാനിപൂരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും ഒരേ സമയം ഒരു ബൂത്തിലെത്തിയത് വലിയ വാക്പോരിന് വഴി തുറന്നു. വസന്തി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി വികാസ് സർദാറിന്റെ കാർ ഒരു സംഘം തകർത്തു. പാനിഹട്ടിലെ BJP സ്ഥാനാർത്ഥിയും ആർജിക്കർ ഇരയുടെ അമ്മയുമായ രത്ന ദേവ്നാഥിനെ TMC പ്രവർത്തകർ തടഞ്ഞതായും പരാതിയുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചിരിക്കുകയാണ്. ഭവാനിപൂരിൽ കേന്ദ്രസേന BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് മമതാ ബാനർജി ബൂത്തുകളിൽ നേരിട്ട് പരിശോധന നടത്തി. ഈ സമയത്ത് അവിടെ എത്തിയ സുവേന്ദു അധികാരി മമത ഗുണ്ടകളുമായാണ് കറങ്ങുന്നതെന്ന് ആരോപിച്ചു. മറ്റു പലയിടത്തും ബൂത്ത് ഏജന്റുമാർക്ക് മർദ്ദനമേൽക്കുകയും സ്ഥാനാർത്ഥികളുടെ വാഹനം തകർക്കപ്പെടുകയും ചെയ്തു. 2.5 ലക്ഷത്തോളം കേന്ദ്രസേന കാവൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പരസ്യമായ ഏറ്റുമുട്ടലുകൾ നടന്നത് എന്നത് ഗൗരവകരമാണ്. എങ്കിലും ഭയപ്പെടാതെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.